ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഫ്താർ പ്രമാണിച്ചിട്ട് ഒരു നോമ്പ് തുറ റെസിപ്പി കസ്റ്റർഡ് മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാത്ത ഒരു മിൽക്ക് ഷേക്കാണ്. പകരം വേറെ കുറച്ച് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നോക്കണേ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു കടായിലോട്ട് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഇതിനെ ഇളക്കി കൈവിടാതെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതായത് നമ്മുടെ 1 ലിറ്റർ പാല് 3/4 ലിറ്റർ ആവണ വരെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പാല് നല്ലോണം വെന്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവും. ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു 15 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കൂടെ പാലിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം. ഇനി ഒരു 3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ശേഷം ഇതിന് ഞാൻ കുറച്ച് പാലെടുത്ത് മാറ്റി വെക്കുകയാണ്, നമ്മുടെ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പാല് ഇവിടെ ഇങ്ങനെ തിളച്ചോട്ടെ. അതിനിടയിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ഇവിടെ മിൽക്ക് ഷേക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ബാദാം, 2 ടേബിൾ സ്പൂൺ കശുവണ്ടി, 2 ടേബിൾ സ്പൂൺ പിസ്തയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മിക്സി ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ്, വാനിലയുടെ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടോ, നമ്മളെ പാല് നല്ലപോലെ തിളച്ച് ഒരു 3/4 ലിറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച ബാദാമും കശുവണ്ടിയുടെയും പിസ്തയുടെയും പൗഡർ ഉണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടി പാലിൽ കിടന്ന് 2 മിനിറ്റ് നല്ലപോലെ തിളക്കട്ടെ. അതുവരെ കൈവിടാതെ ഇതേപോലെ നല്ല ഇളക്കി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ പാലിൽ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് പാല് തിക്ക് കൺസിസ്റ്റൻസി വന്നില്ല എന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടി കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് ഒന്ന് തിക്കാക്കി വിടാം കേട്ടോ. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഇതിനെ തിളപ്പിച്ചെടുക്കണം. തുടക്കം തൊട്ട് ഇപ്പോൾ വരെ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റോളം പാല് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കസ്റ്റർഡ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോ ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ദാഹവും വിശപ്പും ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ്. നോമ്പ് തുറ അല്ലെങ്കിൽ സൽക്കാരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡലൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇനി അലങ്കാരത്തിന് വേണ്ടി കുറച്ച് ബാദാമും പിസ്തയും പിന്നെ കുങ്കുമപ്പൂ ഇതേപോലെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പം മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.